നഗരജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിലും ഗ്രാമീണ കാഴ്ചകളെയും കാർഷിക വാർത്തകളെയും സ്നേഹിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. അവർക്കിടയിലേക്ക് നാട്ടുപച്ച വീണ്ടും എത്തിയിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കോളേജ് അധ്യാപകന്റെ ജോലി സമൂഹം ആദരിക്കുന്നതും മികച്ച വരുമാനം ലഭിക്കുന്നതുമായ ഒരു തൊഴിലാണ്. എന്നാൽ സർവീസ് തീരും മുമ്പ് സ്വയം പിരിഞ്ഞ് കൃഷിയെ സ്വന്തം മേഖലയായി തിരഞ്ഞെടുത്ത ഒരാളെയാണ് നമ്മൾ കാണുന്നത്. സമൂഹത്തെയും കൃഷിയുടെ പ്രാധാന്യത്തെയും ഗൗരവത്തോടെ കാണുന്ന പ്രൊഫസർ ശിവപ്രസാദിനെ പരിചയപ്പെടാം. വർഷം കുട്ടികളെ പഠിപ്പിച്ച ശേഷം പ്രൊഫസർ ശിവപ്രസാദ് പാടത്തേക്കിറങ്ങിയത് ജീവിതത്തിൽ ചില പാഠങ്ങൾ പഠിച്ചുകൊണ്ടാണ്. റിട്ടയർമെന്റിന് 3 കൊല്ലം ബാക്കിയുണ്ടായിരുന്നെങ്കിലും കൃഷി തന്നെ ജീവിതമാക്കാൻ തീരുമാനിച്ചത് ചില ബോധ്യങ്ങൾ മനസ്സിൽ ഉണ്ടായിരുന്നതുകൊണ്ടും. ഭക്ഷ്യസുരക്ഷയ്ക്ക് കൃഷിയല്ലാതെ വേറെ വഴിയില്ല. ഉൽപാദനവും തൊഴിലവസരങ്ങളും കൂട്ടാൻ കഴിയുന്ന ഒരു മാതൃകാ കൃഷിയിടം സ്വന്തമായി ഉണ്ടാക്കും. അതായിരുന്നു പ്രൊഫസറുടെ തീരുമാനം. കാർഷിക മേഖലയിൽ അത്തരം മോഡലുകൾ സൃഷ്ടിച്ചുകൊണ്ടല്ലാതെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കേണ്ട ഈ കാലഘട്ടത്തിൽ ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനം കേരളത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ ഒരു സംഗതിയാണെന്നുള്ള തിരിച്ചറിവ് കൊണ്ടുകൂടിയാണ് കൃഷിയിലേക്ക് വന്നത്. വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യണം. സ്വന്തമായി വലിയ അളവിൽ ഭൂമിയില്ല. അങ്ങനെയുള്ളവർ എന്തു ചെയ്യണം? ഭൂമി പാട്ടത്തിനെടുക്കണം. അങ്ങനെ എടുത്തതാണ് ഈ ഭൂമി. കൊല്ലം ചാത്തന്നൂരിനടുത്തെ നെടുങ്ങോലം ഗവൺമെന്റ് രാമറാവു താലൂക്ക് ആശുപത്രിയുടെ പരിസരമാണ് ഈ സ്ഥലം. ഏറെ അലഞ്ഞു ഇങ്ങനെയൊരിടം കിട്ടാൻ. അന്വേഷിച്ച് ഞാൻ നടക്കുമ്പോൾ സർക്കാർ വസ്തുക്കൾ വെറുതെ കിടക്കുന്ന സ്ഥലം അന്വേഷിച്ചപ്പോൾ ഇവിടെ ഇങ്ങനൊരു സ്ഥലമുണ്ടെന്ന് മനസ്സിലായി. അതിന് വലിയൊരു പ്രാധാന്യമൊന്നും മറ്റാരും കൊടുത്തിരുന്നില്ല. കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. അത് നമ്മൾ എടുത്തിട്ട് ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി വൃത്തിയാക്കി കൃഷിയോഗ്യമാക്കി എടുത്തു എന്നുള്ളതാണ്. എടുത്തു കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു സാധ്യതയെക്കുറിച്ച് ആളുകൾക്ക് ബോധ്യം വരികയും ഇത് തുടർന്ന് ഒരു 10 കൊല്ലമെങ്കിലും നമ്മൾ കൃഷി ചെയ്താലേ അത് ലാഭകരമാക്കി മാറ്റിയെടുക്കാൻ പറ്റും. 12 ഏക്കറുണ്ട് ഇവിടം. ഇതുപോലൊന്നും ആയിരുന്നില്ല 3 കൊല്ലം മുമ്പ് ഈ സ്ഥലം. കാടും പടലവും മാറ്റി നല്ലൊരു കൃഷിഭൂമിയാക്കാൻ വേണ്ടി വന്നു 5 ലക്ഷത്തിലധികം രൂപ. പിന്നെ ഓരോ വർഷവും 20 ലക്ഷത്തിനടുത്ത് ചെലവ് വരും. തൊഴിലിനത്തിൽ തന്നെ 12 ലക്ഷം. കൃഷിയുമായി വൈകാരികമായ അടുപ്പമുണ്ടായിരുന്ന പ്രൊഫസർക്ക് അതിനോടൊപ്പം കൃത്യമായ കണക്കുകൂട്ടലുകളും ചേർത്താൽ കൃഷി ലാഭകരമാക്കാനാകുമെന്ന് ഉറപ്പായിരുന്നു. 3 വർഷത്തിനിപ്പുറം സ്വന്തം പാടത്തിലെ ഉൽപ്പന്നങ്ങളുടെ വാർഷിക വിറ്റുവരവ് 26 ലക്ഷം രൂപയ്ക്കാണ്. ചെലവ് ചെയ്ത 20 ലക്ഷം പോയാൽ ലാഭം 6 ലക്ഷം. അതായത് 1 ഏക്കറിൽ നിന്ന് ലാഭം 1/2 ലക്ഷം. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ അധ്വാനം കാര്യക്ഷമമായി ലഭിക്കുന്ന സംവിധാനമുണ്ടെങ്കിൽ എത്ര വില കുറവുണ്ടെങ്കിൽ പോലും വാഴയും സമ്മിശ്ര വിളകളും ഒരിക്കലും നഷ്ടമാവില്ല. കാരണം കേരളത്തിന് ഇത് ആവശ്യമുണ്ട്. നമുക്കിത് വിദേശ രാജ്യങ്ങളിൽ ആവശ്യമുള്ള സാധനങ്ങളുണ്ട് ഇവിടെ. കേരളത്തിന്റെ പരമ്പരാഗതമായ വിവിധ വിള കൃഷിയാണ് ഇവിടെ. വാഴയാണ് കൂടുതൽ. അതിൽ തന്നെ ഏത്തൻ, ഞാലിപ്പൂവൻ, പൂവൻ, കപ്പ, പാളയംകോടൻ, കദളി തുടങ്ങിയ പലതരം വാഴകൾ. ഒരേ മൂട്ടിൽ 2 വാഴത്തൈകൾ നട്ട് പരീക്ഷിച്ചു നോക്കി. തൊഴിൽ ചിലവ് 70% വരെ കുറയ്ക്കാൻ അതുവഴി കഴിഞ്ഞു. പച്ചക്കറികളും ധാരാളമായി ഉണ്ടായി. തെങ്ങും ചേനയും ചേമ്പും തുടങ്ങി എല്ലാം വിളയിലുണ്ട്. തെങ്ങിനിടയിൽ വാഴ, വാഴയുടെ ഇടയിൽ ചേന, ചേനയ്ക്ക് അപ്പുറത്ത് മരക്കമ്പ് അല്ലെങ്കിൽ കപ്പ എന്ന തരത്തിലുള്ള സമ്മിശ്ര ഭക്ഷ്യവിളകളാണ് കേരളത്തിൻ്റെ കൃഷിതന്ത്രം. ശിവപ്രസാദിന് കൃഷി ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ്. ഭക്ഷ്യസുരക്ഷയെപ്പറ്റി എപ്പോഴും സംസാരിക്കുന്ന ഭരണാധികാരികൾക്ക് മുന്നിൽ അദ്ദേഹത്തിന് ഒരു കാര്യം ഉറക്കെ പറയാനുണ്ട്. തുച്ഛമായ തുകയ്ക്ക് വൻകിട കമ്പനികൾക്ക് നാണ്യവിള കൃഷിക്കായി സ്ഥലം വിട്ടുകൊടുക്കുന്നവർ അറിയാനാണ് ഇത് പറയുന്നത്. ഭക്ഷ്യവിളകൾ കൃഷി ചെയ്യാൻ ദീർഘകാല അടിസ്ഥാനത്തിൽ എഗ്രിമെൻ്റ് വെച്ചുകൊണ്ട് നല്ല പാട്ടത്തുക കൊടുത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കി കൊടുത്ത് ഭക്ഷ്യവിളകൾ കൃഷി ചെയ്യാൻ ഗവൺമെൻറ് ഒരു പോളിസിയായി തന്നെ പ്രഖ്യാപിക്കേണ്ടതാണ്. ഞങ്ങളെപ്പോലെ കൃഷിയോട് താല്പര്യവും വൈകാരിക ബന്ധമുള്ള ആളുകൾക്ക് നിയമാനുസൃതം ആ ഭൂമി ലഭിക്കേണ്ടതാണ്. വ്യക്തികൾക്ക് കൊടുക്കുന്നതിനേക്കാളൊക്കെ അപ്പുറത്ത് സംഘടിത പ്രസ്ഥാനങ്ങൾ കൊടുക്കേണ്ടതാണ്.
അതുതന്നെയാണ് കേരളത്തിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനുള്ള പ്രധാന മാർഗങ്ങളിലൊന്ന്. അതിനൊപ്പം വിപണന കാര്യങ്ങളിലും സർക്കാരിന്റെ ശ്രദ്ധ വേണം. ഹോർട്ടികോർപ്പ് ഉൾപ്പെടെയുള്ള സർക്കാർ ഏജൻസികളുടെ സംഭരണം യഥാർത്ഥ കർഷകരിൽ നിന്നാണെന്ന് ഉറപ്പുവരുത്തണം. കേരളത്തിലെ കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ ഏറ്റെടുത്ത ശേഷമേ മറുനാട്ടിൽ നിന്ന് പച്ചക്കറികൾ എത്തിക്കാവൂ. ഇടനിലക്കാർ കഴിയുന്നത്ര ഒഴിവാക്കുവാനാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടേതായ തനത് ഔട്ട്ലെറ്റുകൾ ഫാമിനുള്ളിലുണ്ട്. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ നമ്മൾ പൊതുസ്ഥലങ്ങളിൽ വിഷാംശമില്ലാത്ത പഴങ്ങളും പച്ചക്കറികളും ഇന്ന സ്ഥലത്തു നിന്ന് ഉൽപ്പാദിപ്പിച്ചത് എന്ന് എഴുതി വെച്ച് ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ട് വിപണനം ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. രസതന്ത്രമാണ് വിഷയമെങ്കിലും രാസവസ്തുക്കളെ നിയന്ത്രിതമായും മിതമായും മാത്രമേ സ്വന്തം കൃഷിക്ക് ഇദ്ദേഹം ഉപയോഗിക്കാറുള്ളൂ. ചാണകം, ചാരം, കോഴിവളം എന്നിവയാണ് ചെടികളുടെ ആരോഗ്യത്തിന് നൽകുന്നത്. യൂറിയയും പൊട്ടാഷ്യം ഉപയോഗിക്കും. ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ കൃത്യമായി ഉപയോഗിച്ച് നല്ല ഫലമുണ്ടാക്കണമെന്നാണ് അഭിപ്രായം. സാങ്കേതിക വിദ്യയുടെ മികവ് കൊണ്ട് മാത്രം പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കത്തില്ല. അപ്പോൾ മനുഷ്യാധ്വാനം കുറയ്ക്കാൻ സാങ്കേതിക വിദ്യ എന്നുള്ളത് വളരെ അശാസ്ത്രീയമായൊരു സങ്കല്പമാണ്. മനുഷ്യാധ്വാനം ലഘൂകരിക്കുവാനും എന്നാൽ മനുഷ്യൻ്റെ ഇച്ഛാശക്തി കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മാത്രമേ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ പ്രിസിഷൻ ഫാമിങ്ങിനേക്കാൾ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് ഡയറക്റ്റ് മാൻ പവറിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. പ്രൊഫസർ ശിവപ്രസാദ് കൃഷിയിടത്തിലെത്തിയത് ഇത്തരം ചില കാര്യങ്ങൾ ഉറക്കെ പറയാൻ കൂടി വേണ്ടിയാണ്. കുട്ടികളെ പഠിപ്പിച്ച ശീലം കൃഷിപാഠങ്ങൾ പകർന്നു നൽകുന്നതിലും മുതൽക്കൂട്ടാകുന്നു. ക്ലാസ് റൂമുകളെക്കാൾ ഇപ്പോൾ പ്രിയം കൃഷിയിടത്തെ. ക്ലാസ് എടുക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ വരുന്നത്. അതല്ലെങ്കിൽ പിന്നെ പുസ്തകം എഴുതുമ്പോൾ പുസ്തകം പിന്നെ വായിച്ച് കൊടുക്കുക ആണ്. അതേസമയം ഒരു ചെടി അവിടെ നമ്മൾ നട്ട് വളർത്തിയിരുന്നാൽ അത് നമ്മുടെ അഭാവത്തിലും ഉൽപ്പാദനം നടത്തിക്കൊണ്ടേയിരിക്കും. അതാണല്ലോ ഒരു പ്ലാന്റ്. ഇതുപോലെ ആർക്കും വേണ്ടാതെ കിടക്കുന്ന ഭൂവിടങ്ങളിൽ തന്നെപ്പോലെ കൃഷിയെ സ്നേഹിക്കുന്നവരുടെ ഇടപെടലുണ്ടായാൽ മലയാളി മറുനാട്ടിന്റെ വിഷം കഴിക്കേണ്ടി വരില്ലെന്ന വിശ്വാസവുമായി പ്രൊഫസർ ശിവപ്രസാദ് തന്റെ യാത്ര തുടരുന്നു. പ്രൊഫസർ ശിവപ്രസാദുമായി നേരിട്ട് ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നവർ വിലാസം ശ്രദ്ധിക്കുക. പ്രൊഫസർ ശിവപ്രസാദ്, തെങ്ങുവിളവേട്, ഏറം, ചാത്തന്നൂർ PO, കൊല്ലം. ഫോൺ നമ്പർ 944 7094 981. നമ്പർ ഒരിക്കൽ കൂടി 944 7094 981. അടുത്തതായി നമ്മൾ പരിചയപ്പെടുന്നത് ഒരു കർഷക മിത്രത്തെയാണ്, സെബാസ്റ്റ്യൻ ചേട്ടൻ. കൃഷിക്കും നാട്ടിൻപുറത്തെ ജീവിതത്തിനും ആവശ്യമായ ഉപകരണങ്ങൾ നിർമ്മിക്കലാണ് സെബാസ്റ്റ്യൻ ചേട്ടൻ്റെ ഇഷ്ടജോലി. സെബാസ്റ്റ്യൻ ചേട്ടന് വെറുതെ ഇരിക്കാൻ ഇഷ്ടമല്ല. അങ്ങനെ കണ്ടുപിടിച്ചതാണ് ഈ ഉപകരണം. ഏത് കായും പറിച്ചെടുക്കാൻ ഇത് മതി. കത്രിക പോലുള്ള അഗ്രഭാഗം, താഴോട്ട് നീളുന്ന കൈ, അതുണ്ടാക്കിയത് പൈപ്പ് കൊണ്ട്. ഇഷ്ടം പോലെ നീട്ടാനും ചെറുതാക്കാനും പറ്റും. കയറു വലിച്ചാണ് നിയന്ത്രിക്കുന്നത്. ഒരൊറ്റ വലി മതി, ഏത് ഫലവും താഴെ പോരും. തേങ്ങയുടെ സമയത്ത് ആളെ കിട്ടില്ല. അപ്പോൾ നമുക്ക് ടെൻഷനായിട്ട് തേങ്ങ വേണമല്ലോ, 4-5 തേങ്ങ വേണമല്ലോ എന്ന് ഉദ്ദേശിച്ച് ഒരുപാട് തോട്ടിയെടുത്ത് തേങ്ങ കുരലടുത്ത് ചെന്നാൽ പക്ഷേ വലിച്ചാൽ തേങ്ങ ചിലപ്പോൾ നമ്മുടെ ശരീരത്തിലോട്ട് തെറിച്ച് വരും. അത് ഒഴിവാക്കാം ഇങ്ങനത്തെ ഒരു കട്ടർ ഉപയോഗിച്ച് തേങ്ങയിടുകയാണെങ്കിൽ. കുരുമുളക് പറിക്കാനാകട്ടെ, പൂ ഇറുക്കാനാകട്ടെ, എന്തിനും സെബാസ്റ്റ്യൻ ചേട്ടൻ നിർമ്മിച്ച ഈ ഉപകരണം മതി. പാടത്തെത്തുന്ന മനുഷ്യന് ആയാസം കുറയ്ക്കുക, അതുമാത്രമാണ് ഈ നിർമ്മിതിക്ക് പിന്നിലെ ലക്ഷ്യം. 5-6 ചക്ക നിൽക്കുന്ന കൂട്ടത്തിൽ നിന്ന് ഒരു ചക്ക മാത്രം സെലക്ട് ചെയ്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നിർമ്മിച്ചെടുത്തത്. അപ്പോൾ അതിന് തേങ്ങയും ആത്തച്ചക്ക, പിന്നെ മുരിങ്ങക്കായ, പിന്നെ കറിവേപ്പിൻ്റെ തണ്ട്, മുരിങ്ങയുടെ തണ്ട്, ഇങ്ങനെ ഇത്തിക്കണ്ണി, ഇതൊക്കെ ഇതുകൊണ്ട് കട്ട് ചെയ്തെടുക്കാം. സാധാരണ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പല പല വിഷമങ്ങളുണ്ട്. ചെടികൾ നടാനും അത് പരിപാലിക്കാനും ആഗ്രഹമുള്ളവർക്കും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ. അതൊക്കെ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ ഉപകരണം. എന്ത് പഴവർഗ്ഗങ്ങളും നമുക്ക് ഇതിൽ കളക്ട് ചെയ്യാം, ഇതിൽ ശേഖരിക്കാം. കയ്പയ്ക്ക, പേരയ്ക്ക,
പയർ, കോവയ്ക്ക, അമരയ്ക്ക അതൊക്കെ നമുക്ക് ഇതുകൊണ്ട് കട്ട് ചെയ്തെടുക്കാം, മുറിച്ചെടുക്കാം. തീർന്നില്ല. വളർത്തുമൃഗങ്ങളുള്ള നാട്ടിൻ പുറത്തുകാർ നേരിടുന്ന വേറെ ചില പ്രശ്നങ്ങളുണ്ട്. അതിലൊന്നാണ് കിണറ്റിലോ താഴ്ചയുള്ളിടങ്ങളിലോ അവ വീണുപോവുക എന്നുള്ളത്. ആള് തന്നെ വീണുപോയേക്കാം ചിലപ്പോൾ. ആ സമയത്ത് രക്ഷയ്ക്കെത്തുന്നതാണ് സെബാസ്റ്റ്യൻ ചേട്ടൻ രൂപകൽപ്പന ചെയ്ത ഈ ഉപകരണം. രണ്ടുപേരും ഒരേ ലെവലിൽ മുകളിലേക്ക് പൊക്കിയാൽ മതി. അപ്പോൾ കിടക്കണ ആളെ നമ്മൾ കുത്തി പിടിക്കുകയാണ്, മുകളിലും താഴ്ത്തി ഇറങ്ങാണ്ട്. അപ്പോൾ ചെറുതായിട്ട് കോറലൊക്കെ പറ്റും, പക്ഷേ എത്രയും പെട്ടെന്ന് ടൈം സേവിങ്, ടൈമാണ് പ്രധാനം. മറ്റേ ഓരോ പഞ്ചായത്തിന് ആവശ്യമുള്ള രക്ഷാ ഉപകരണമാണത്. അപ്പോൾ ഐഡിയ മനസ്സിലായില്ലേ? ഇങ്ങനെ കുത്തി കോരി എടുക്കണം. കുത്തി കോരി ഇങ്ങനെ എടുക്കുമ്പോൾ എടുത്തോട് കൂടിയിട്ട് ഇവിടെ ചാറ്റി പിടിച്ച ആളാദ്യം അങ്ങനെ പൊക്കണം, ഇവിടെയും ചാറ്റി പിടിച്ചിട്ടുണ്ടായിരിക്കണം. അങ്ങനെ ആളെ ഇങ്ങനെ പൊക്കി മുകളിൽ പൊക്കി എടുത്തു കൊണ്ടിട്ടാണ്. ഒരാളെ എടുക്കാൻ ഒരാളെ ഇറങ്ങാണ്ട് തന്നെ കിണറ്റിൽ നമുക്ക് റിക്കവർ ചെയ്യാം. അത് ചെറുതാക്കാം, വലുതാക്കാം, ഒരടി വരെ അല്ല. അതിനാണ് ആ ക്ലാമ്പ് നട്ട് ബോൾട്ടൊക്കെ പറ്റിയിട്ടാണ്. ചെറിയ പൈപ്പ്, വലിയ പൈപ്പ്. പ്രദർശനത്തിനായി നടത്തിയ പ്രകടനത്തിന്റെ പഴയ വീഡിയോയും ചേട്ടൻ ഞങ്ങളെ കാണിച്ചു. മനസ്സിലാക്കാനും ഉപയോഗിക്കാനും അതീവ ലളിതം. അതാണ് സെബാസ്റ്റ്യന്റെ ഉപകരണങ്ങൾക്കുള്ള പ്രത്യേകത. മറ്റൊരെണ്ണം കൂടി പരിചയപ്പെടാം. ഇത് നമുക്ക് കിണറ്റിലകപ്പെട്ട ജീവികളെ എളുപ്പത്തിൽ മുകളിലേക്ക് കയറ്റി രക്ഷപ്പെടുത്തി വിടാവുന്ന ഒരു ചെറിയ ലഘു യന്ത്രമാണ്, അഥവാ യന്ത്രക്കേണിയാണ് ഇത്. കിണറ്റിൽ ഇറക്കിയത് ഈ മാതിരി കിണറ്റിൽ ഇറക്കിയതിന് ശേഷം ഇതിൻ്റെ മൂടി ഒന്ന് തുറന്നു വയ്ക്കുക. മൂടി ഒന്ന് തുറന്നു വെച്ച് മറ്റേ പാമ്പോ പൂച്ചയോ മറ്റേ മുള്ളമ്പന്നിയോ എന്താണ് ഇതിൽ പെട്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് നടന്ന് കയറി വരുന്നതോടുകൂടി നമ്മളിതിങ്ങനെ അടച്ചു കൊടുത്താൽ മതി. എന്നിട്ട് മുകളിൽ നിൽക്കുന്ന രണ്ട് വ്യക്തികൾ ഇങ്ങനെ കയറിട്ടിട്ട് മുകളിലോട്ട് ഇങ്ങനെ വലിച്ചു കയറ്റിയാൽ ഈ ജീവികളെ എളുപ്പം നമുക്ക് കിണറ്റിൽ നിന്ന് മുകളിലേക്ക് കയറ്റി രക്ഷപ്പെടുത്താം. വാച്ച് റിപ്പയറിംഗ് ചെയ്യുന്ന ഷോപ്പ് സെബാസ്റ്റ്യൻ നടത്തിയിട്ടുണ്ട്. യന്ത്രങ്ങളുമായുള്ള പരിചയം അവിടെ തുടങ്ങിയതാണ്. അതൊക്കെ കർഷകർക്കും നാട്ടിൻ പുറത്തുകാർക്കുമായി ഉപയോഗിക്കുക എന്നുള്ളത് സ്വന്തം തീരുമാനം. ചാണകക്കുഴിയിൽ ഒരു ആട് അല്ലെങ്കിൽ ഒരു 2, 3, 4, 5 വയസ്സായി കൂടി കളിച്ച് പെട്ടാൽ അറിയാതെ ചപ്പ് ചവറ് നിറഞ്ഞു കിട്ടുന്ന ചാണകക്കുഴിയിൽ അകപ്പെട്ടാൽ അങ്ങനെ ഒരു കുട്ടിയെ പെട്ടെന്ന് നമുക്ക് 2 പേര് ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്താൽ ഇത് ടെലിസ്കോപ്പിക്കായിട്ട് ഇങ്ങനെ വർദ്ധിപ്പിച്ച് നീളം കൂട്ടി കൊണ്ടുപോകാം. ടെലിസ്കോപ്പിക്കായിട്ട് ഇതിങ്ങനെ നീട്ടി കൊണ്ടുപോകാം. എന്നിട്ട് 2 പേർക്ക് സുഖമായിട്ട് ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം. ഇനി ഇതുമായൊന്നും ബന്ധമില്ലാത്ത ഒരൈറ്റം കൂടി, ഒരു കൗതുകത്തിന് വേണ്ടി മാത്രം. കടുകുമണിയെ ഏറ്റവും ചെറിയ കഷണങ്ങളാക്കി മുറിക്കുക ഇദ്ദേഹത്തിന്റെ ഒരു ഹോബിയാണ്. മുമ്പൊരിക്കൽ ഒരു കടുകുമണിയെ 490 പീസുകളാക്കിയ ചരിത്രം സെബാസ്റ്റ്യൻ ചേട്ടനുണ്ട്. അത് ക്യാമറയ്ക്ക് വേണ്ടി ഒരിക്കൽ കൂടി ആവർത്തിച്ചു. ഉപകരണങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ സെബാസ്റ്റ്യൻ ചേട്ടനുമായി നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. വിലാസം ശ്രദ്ധിക്കുക. സെബാസ്റ്റ്യൻ, ചിറ്റിലപ്പള്ളി, വടക്കാഞ്ചേരി, തൃശൂർ. ഫോൺ നമ്പർ 9048411509. നമ്പർ ഒരിക്കൽ കൂടി 9048411509. നാട്ടുപച്ച തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. മട്ടുപ്പാവിലെ കൃഷി കേരളത്തിൽ ഒരു പുതുമയല്ലാത്ത കാര്യമായി മാറിക്കഴിഞ്ഞു. മട്ടുപ്പാവിലെ കൃഷിയിൽ എന്തൊക്കെ പുതുമകൾ കണ്ടെത്താം എന്ന അന്വേഷണത്തിലാണ് മലയാളികൾ. എറണാകുളം ജില്ലയിലെ പള്ളുരുത്തിയിലുള്ള ഒരു വീട്ടിലാണ് ഞാനിപ്പോൾ. അജയൻ എന്ന ഇവിടുത്തെ ഗൃഹനാഥൻ എന്തൊക്കെ പുതുമകളാണ് മട്ടുപ്പാവിൽ ഒരുക്കിയിരിക്കുന്നത് എന്ന് കണ്ടു നോക്കാം. മൂന്ന് നില ചവിട്ടിക്കയറി അതിനു മുകളിലെത്തണം ഈ മട്ടുപ്പാവ് തോട്ടം കാണാൻ.
താഴെയുള്ള താമസക്കാരിൽ ഒരാളായ അജയ് സർസനും ഭാര്യയും ചേർന്നാണ് ഈ തോട്ടം ഇങ്ങനെ ഒരുക്കിയത്. സ്വന്തമായി കൃഷിയിടമോ മട്ടുപ്പാവോ ഇല്ലാത്ത പരിമിതി മറികടക്കാൻ പള്ളുരുത്തി പോലീസ് ക്വാർട്ടേഴ്സിലെ മറ്റു താമസക്കാരും സഹകരിച്ചു. ഇപ്പോൾ ഈ ക്വാർട്ടേഴ്സിൻ്റെ മട്ടുപ്പാവിൽ കൃഷി ചെയ്യാനുണ്ടായ പ്രചോദനം എന്താണ്? ഇത് നമ്മുടെ സ്വന്തം സ്ഥലമല്ല, പോലീസ് ക്വാർട്ടേഴ്സാണ്. ഇവിടെ വേറെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് മട്ടുപ്പാവ് സെലക്ട് ചെയ്തത്. ശരിക്കും എൻ്റെ ഭാര്യയാണിത് തുടങ്ങി വെച്ചത്. തുടർന്ന് ഞാനും അതിനകത്ത് ഇൻട്രസ്റ്റഡ് മാറുകയായിരുന്നു. അങ്ങനെ ആദ്യം ചാക്കുകളിലാണ് ഞങ്ങൾ ഇത് ചെയ്തത്. ചാക്കിൽ മണ്ണ് നിറച്ചിട്ട് കൃഷി ചെയ്യും. അപ്പോൾ ഒരു പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ ഈ ചാക്ക് നശിച്ചു പോയി, അല്ലെങ്കിൽ ഇത് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ പൂർണ്ണ വളർച്ച എത്തുന്നതിന് മുമ്പ് ചാക്ക് നശിച്ചു വന്നത്. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് ഞാനിങ്ങനെ എന്ത് ചെയ്യണം എന്നാലോചിച്ച് ഞാൻ പുള്ളിക്കാരത്തി തന്നെയാണ് പറഞ്ഞത് തെർമോകോൾ ബോക്സിൽ കൃഷി ചെയ്യുന്നത് എവിടെയോ കണ്ടു. അപ്പോൾ അങ്ങനെ ഞാൻ തെർമോകോൾ ബോക്സ് സംഘടിപ്പിച്ചുകൊണ്ട് വരികയും അങ്ങനെ അതുമായിട്ട് ഞാൻ കൂടുതൽ താല്പര്യമായി. പിന്നെ ഞാൻ ശരിക്കും അത് ഏറ്റെടുത്തു. ഇപ്പോൾ കൂടുതലും വൈഫിനേക്കാൾ കൂടുതൽ അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നത് ഞാനാണ്. എല്ലാ ഇനം പച്ചക്കറികളും ഇവിടെയുണ്ട്. എന്നാൽ പച്ചക്കറികളിൽ ഒതുങ്ങുന്നതായിരുന്നില്ല ഇവരുടെ ഉദ്യാന സങ്കല്പം. അങ്ങനെ സപ്പോട്ടയും വാഴയും കപ്പയും പുളിയും കരിമ്പും എല്ലാം പടികേറി ഇവിടെ എത്തി. മാവും റംബൂട്ടാനും മുരിങ്ങയും ചാമ്പയും ചെറിയും ഇതൊക്കെ തോട്ടത്തിലുണ്ട്. വെസ്റ്റേൺ ചെറി പോലത്തെ സാധാരണ മട്ടുപ്പാവ് തോട്ടങ്ങളിൽ കാണാത്ത ഇനങ്ങൾ വേറെയും. ഒന്ന് വെച്ച് നോക്കി, ഒരു പരീക്ഷണാർത്ഥം കിട്ടുന്ന എങ്ങനെയാണെന്ന് നോക്കാമല്ലോ എന്ന് വെച്ചു. ഇത്തിരി വലിയ തെർമോകോളിൻ്റെ പെട്ടിയായപ്പോൾ അത് സൗകര്യമായിട്ട് തോന്നി പിടിക്കുമെന്നുള്ളത്. തെർമോകോളിന്റെ പെട്ടിയാണ് ഇവിടെ താരം. മണ്ണ് ധാരാളം കൊള്ളുന്നതിനാൽ വലിയ ചെടികൾക്കും വേരോട്ടത്തിന് സ്ഥലം കിട്ടും. ഒന്നിലധികം ചെടികൾ ഒരേ പെട്ടിയിൽ നടാം. നൽകുന്ന വെള്ളവും വളവും നഷ്ടമാകുകയുമില്ല. ഈ പെട്ടികൾ ഒറ്റ ദിവസം കൊണ്ട് കിട്ടിയതല്ല. ഇവ സംഘടിപ്പിക്കാൻ ഒരു പൈസയും ചെലവായതുമില്ല. പശ്ചിമ കൊച്ചി എന്ന് പറഞ്ഞ ഒരു സീ ഫുഡ് എക്സ്പോർട്ട് കമ്പനികൾ ധാരാളമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് റിജക്റ്റ് ചെയ്യുന്ന ബോക്സുകളാണ് ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ബോക്സുകളൊന്നും തന്നെ ഞാൻ പണം കൊടുത്ത് വാങ്ങിയില്ല. ഇതിവിടെ കൊണ്ടുവരുന്നതിനുള്ള എക്സ്പെൻസും മറ്റും ആയിട്ടുള്ളൂ. അങ്ങനെ കമ്പനികൾ റിജക്റ്റ് ചെയ്യുന്ന ബോക്സ് ഞാൻ കമ്പനിയിൽ പറഞ്ഞിട്ട് അവരതവിടെ നമുക്ക് വേണ്ടി വെച്ചേക്കും. അങ്ങനെ കളക്ട് ചെയ്തു. ഐസ്ക്രീം കമ്പനികളിൽ നിന്ന്, പിന്നെ തെരുവിലൊക്കെ ആൾക്കാർ വലിച്ചെറിഞ്ഞിട്ടിരിക്കുന്ന ബോക്സ് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വഴിക്ക് കാണുമ്പോൾ അത് പിറകൊണ്ട് വരും. പലരും വിചാരിച്ചുകൊണ്ട് ഈ ആൾക്കാർ എന്താ കാണിക്കുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ കളക്ട് ചെയ്ത് പല പ്രാവശ്യമായിട്ടല്ല, പല തുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന പോലെ സംഘടിപ്പിച്ചതാണ്. പെട്ടി കിട്ടിയത് കൊണ്ട് മാത്രമായില്ല, അതിൽ നിറയ്ക്കാൻ മണ്ണും കണ്ടെത്തണമായിരുന്നു. കൃഷിക്കാവശ്യമായ മണ്ണെത്തിക്കാൻ ചെറിയ പാടൊന്നുമായിരുന്നില്ല. ഞാൻ മണ്ണ് പുറത്തൊന്നും കൊണ്ടുവന്നില്ല. നമ്മുടെ ഈ കോട്ടസിൻ്റെ പറമ്പിലൊക്കെ തന്നെ ചില സ്ഥലങ്ങളിൽ മണ്ണ് കൂടി കിടക്കുന്നിടത്തു നിന്നൊക്കെ ഞാൻ മക്കളുമായിട്ട് ചേർന്ന് കളക്ട് ചെയ്ത് കോട്ടസിൻ്റെ താഴെ കൊണ്ടുവരികയും അവിടുന്ന് തെർമോക്കോളിൻ്റെ തന്നെ ഒരു ചെറിയ ബോക്സ് ഞാൻ തൊട്ടി കണക്ക് കിണറിൽ തൊട്ടി ഇറക്കി നല്ല കയറ് കെട്ടിയിട്ട് അതിലിറക്കി കുറേശ്ശെ മണ്ണ് താഴെ നിന്ന് എൻ്റെ വൈഫോ മക്കളോ അത് അതിനകത്ത് വാരി നിറയ്ക്കും. ഞാൻ മുകളിൽ നിന്ന് അത് വലിച്ച് മുകളിലെത്തിക്കും. അങ്ങനെ ഓരോ ദിവസവും 1-2 ബോക്സിൽ വീതം മണ്ണ് നിറച്ച് ഇടുന്നു. അങ്ങനെ വളരെ പതിയെ കുറേ സമയമെടുത്ത് ആണിത് നിറച്ചത്. കൃഷിയോടുള്ള താല്പര്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ പാടൊക്കെ ഇവർ പെട്ടത്. ഇതൊന്നും ഒരു പാടുള്ള കാര്യമായി കാണാനും ഇവർ തയ്യാറല്ല. ശുദ്ധമായ പച്ചക്കറികളും ഉദ്യാനാന്തരീക്ഷവും വിലമതിക്കുന്നതിനും വലുതാണ് ഈ കുടുംബത്തിന്. വിത്തുകൾ വാങ്ങിച്ച് അങ്ങനെ ചെയ്തെടുക്കുക ചെയ്തു. വിത്ത് പാകി നേരത്തെ തന്നെ ഇവിടെ ഒരു എസ് ഐയുടെ വൈഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചീര അങ്ങനെ പാകി അതിൻ്റെ നിന്ന് ചീര അങ്ങനെ എവിടെന്നെങ്കിലുമൊക്കെ കളക്ട് ചെയ്തിട്ട് തക്കാളിയൊക്കെ പിന്നെ അടുക്കളയിൽ നിന്ന് തന്നെ എടുക്കുകയാണ്. ആ തക്കാളി തന്നെ പാകി എല്ലാം എടുക്കുകയാണ്. മുളകും അതുപോലെ വാങ്ങുന്ന മുളകിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. ഞാൻ കപ്പലണ്ടി പിണ്ണാക്ക് കലക്കി വെച്ച് കൊടുക്കാറുണ്ട്. പിന്നെ പച്ചക്കറി വേസ്റ്റുകൾ, പിന്നെ ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ മീനിൻ്റെ വേസ്റ്റുകൾ ഞാനൊന്നും കളയാറില്ല, അല്ല ഇതിൻ്റെ ചുവട്ടിൽ കൊണ്ട് കുഴിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതിൽ ഫിഷ് അമിനോ ആസിഡ് അഥവാ മത്തിക്കഷായമാണ് ഈ തോട്ടത്തിന്റെ ആരോഗ്യത്തിന് പ്രധാന കാരണമെന്ന് അജയ് അടിവരയിടും. മത്തിയും ശർക്കരയും സമം ചേർത്ത് 20 ദിവസം സൂക്ഷിച്ചാൽ ആർക്കും ഉണ്ടാക്കാവുന്നതേയുള്ളൂ ഫിഷ് അമിനോ ആസിഡ്. 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിൽ ചേർത്ത് ആഴ്ചയിലൊരിക്കൽ ചെടികൾക്ക് നൽകും. മട്ടുപ്പാവിൽ തന്നെ കോഴിക്കൂടുമുണ്ട്. ഈ മൈക്രോ കോഴി വളർത്തൽ യൂണിറ്റിൽ 10 കോഴികളും. തീറ്റയ്ക്ക് വലിയ ചെലവൊന്നും വരില്ല. വാഴയിലയും പുല്ലുമൊക്കെ തിന്ന കോഴികൾ വളരുന്നു. ഈ കോഴിക്കൃഷി എങ്ങനെയാണ് അപ്പോൾ ഈ കൃഷിയെ സഹായിക്കുന്നത്? തീർച്ചയായും ഈ കോഴി ഇതിൻ്റെ ഒരു പ്രത്യേക ഇനം കൂടാണ്. ഈ കൂടിന് പുറത്തിറക്കാറില്ല. കോഴിക്ക് തീറ്റയും വെള്ളവും ഒക്കെ അതിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാഷ്ടം ഒരു തട്ടിൽ വീഴുന്നുണ്ട്. അവിടെ ഞങ്ങൾ പേപ്പർ വിരിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഈ പേപ്പർ മടക്കി ആ കാഷ്ടത്തോടൊപ്പം തന്നെ മടക്കി എടുത്തിട്ട് ഓരോ ബോക്സിലും കുഴിച്ചിടും. അപ്പോൾ അത് വലിയൊരു നല്ല വളമാണ്.
അപ്പോൾ അതുകൊണ്ട് ആ വേസ്റ്റ് നമുക്ക് വേറൊരു പ്രോബ്ലം ആകുന്നുമില്ല, ഇതിന് നന്നായിട്ടൊരു വളം കിട്ടുകയും ചെയ്യുന്നുണ്ട്. അതും കൂടെ ഉദ്ദേശമാണ് ഈ കോഴിയും കൂടി ഇതിനോട് ആഡ് ചെയ്തത്. തറനിരപ്പിൽ നിന്ന് ഉയരം കൂടുന്നതിനാൽ ചൂടും കൂടുതലാണ് ഈ മട്ടുപ്പാവിൽ. ചെടികൾക്കായി ചൂട് ക്രമീകരിക്കാൻ ഷേഡ് നെറ്റുകൾ ഉപയോഗിക്കുന്നു. തോട്ടം മുകളിൽ വന്നതോടെ താഴെ ചൂട് കുറഞ്ഞിട്ടുമുണ്ട്. താമസക്കാരെല്ലാം അതുകൊണ്ട് തന്നെ ഹാപ്പി. ഇവിടുത്തെ SI പുതിയ ഇപ്പോൾ അദ്ദേഹം വന്നിട്ട് 2 മാസമേ ഉള്ളൂ. അദ്ദേഹം വന്ന ഭയങ്കര താല്പര്യത്തോടുകൂടി നിന്ന് കാണുകയും ഇപ്പോൾ സ്റ്റേഷനിൽ ചെറിയ രീതിയിലൊക്കെ കൃഷിയൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അതിൻ്റെ സംശയങ്ങളൊക്കെ ഇപ്പോൾ എൻ്റെ അടുത്താണ് വന്ന് ചോദിക്കുന്നത്. ഏത് സൈസ് വളം ചെയ്യണം, എങ്ങനെ അതിനെ പരിപാലിക്കണം എന്നൊക്കെ. അപ്പോൾ അവിടെയും എല്ലാവരും ആ ഒരു ടെൻഡൻസി വന്നിട്ടുണ്ട്. ഇത് കണ്ട് അതുകൂടാതെ ഇവിടെ എൻ്റെ കോട്ടസിനടുത്ത് തന്നെയും ചെറിയ രീതിയിലൊക്കെ മറ്റുള്ളവരും ചെയ്യുന്നുണ്ട്, ഇത്രയും കാര്യമായിട്ടല്ലെങ്കിലും. മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ ഹെഡ് കോൺസ്റ്റബിളാണ് അജയ്. തോട്ടത്തിന്റെ ഒരറ്റത്ത് ഊഞ്ഞാലും സംഘടിപ്പിച്ചിട്ടുണ്ട്. വിശ്രമ സമയത്ത് വെറുതെ ഇരിക്കാൻ ഒരു സ്ഥലം. പാർക്കിലോ കൃഷിത്തോപ്പിലോ ഒക്കെ പോയിരിക്കുന്ന പ്രതീതി ഫ്ളാറ്റിന് മുകളിൽ തന്നെ. പോലീസിലെ ജോലി ഭയങ്കര മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നതും കഠിനമായ ജോലിയാണ്. പക്ഷെ അതിനിടയിൽ നമുക്ക് ഇതുപോലുള്ള ആക്ടിവിറ്റീസാണ് വളരെ റിലാക്സ് ചെയ്യുന്നത്. ഇപ്പോൾ ആ ജോലി അങ്ങനെ ആയതുകൊണ്ട് മടി പിടിച്ച് എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ കൂടുതൽ ദുഷ്കരമാവുകയുള്ളൂ. മറിച്ച് ഇതുപോലുള്ള ഒരു ആക്ടിവിറ്റിയിൽ നമ്മൾ ഏർപ്പെടുകയാണെങ്കിൽ ആ ജോലിയുടെ ഭാരം നമുക്ക് റിലാക്സാണ് കിട്ടുന്നത് ശരിക്കും. തോട്ടം നോക്കി നടത്തുന്നതിന് ജോലിയും ഭാര്യയും ഭർത്താവും പങ്കിട്ടെടുത്തിരിക്കുന്നു. രാവിലെ അജയ്ക്കാണ് ഡ്യൂട്ടിയെങ്കിൽ വൈകുന്നേരം ഭാര്യയ്ക്ക്. 9ലും 10ലും പഠിക്കുന്ന കുട്ടികളും എല്ലാ ജോലിയിലും ഒപ്പം ചേരും. സ്ഥലപരിമിതി കൊണ്ടാണല്ലോ ഇപ്പോൾ ഈ മട്ടുപ്പാവിൽ കൃഷി തുടങ്ങിയത്. അപ്പോൾ കൂടുതൽ സ്ഥലം കിട്ടുകയാണെങ്കിൽ ഇതിനെ എങ്ങനെ വിപുലീകരിക്കാനാണ്? തീർച്ചയായും കൂടുതൽ സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരു കൃഷിത്തോട്ടം ഞാൻ ഉണ്ടാക്കും. കൂടുതലും ഐഡിയ എൻ്റെ വൈഫിന് നല്ല കൃഷിയെക്കുറിച്ചും പുള്ളിക്കാരത്തി BSc ബോട്ടണി ആയിരുന്നു, കാർഷിക കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു അറിവുള്ള ആളാണ്. അതിൻ്റെ ഐഡിയയിൽ ഞങ്ങൾ വിപുലമായിട്ട് തന്നെ എന്തായാലും കൃഷി ചെയ്യും. ഞങ്ങൾ താമസിക്കുന്നിടത്ത് ഞങ്ങൾക്കൊരു നല്ല അടുക്കളത്തോട്ടം ഉണ്ടായിരിക്കും. ചെടികൾ വളരാൻ വേണ്ടത് പഴയ പോലീസ് മുറയല്ലെന്നും സ്നേഹവും പരിചരണവുമാണെന്നും അജയിനറിയാം. ജനമൈത്രി പോലീസിന്റെ കാലത്ത് ഒരു സസ്യമൈത്രി പോലീസാകാനാണ് അജയിന്റെ തീരുമാനം. അജയനുമായി മട്ടുപ്പാവ് കൃഷിയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. വിലാസം ശ്രദ്ധിക്കുക. അജയ് സരസൻ, S217, പോലീസ് ക്വാർട്ടേഴ്സ്, പള്ളുരുത്തി, കൊച്ചി. ഫോൺ നമ്പർ 9497932648. നമ്പർ ഒരിക്കൽ കൂടി 9497932648. നാട്ടുപച്ചയുടെ ഇന്നത്തെ സമയം ഇവിടെ പൂർത്തിയാകുന്നു. നാട്ടുപച്ചയുടെ മുൻപുള്ള എപ്പിസോഡുകൾ manorama.news.com-ലും യൂട്യൂബിലും ലഭ്യമാണ്. നാട്ടുപച്ചയെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അയക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ, നാട്ടുപച്ച, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ. നാട്ടുപച്ചയുടെ നല്ല കാഴ്ചകൾക്കായി കാത്തിരിക്കുക. വീണ്ടും അടുത്തയാഴ്ച കാണാം. നന്ദി, നമസ്കാരം.